ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സിമ്പിളായിട്ടുള്ള ചെമ്മീൻ ബിരിയാണിയാണ്. സാധാരണ എല്ലാവരും ചെമ്മീൻ ബിരിയാണി റെഡിയാക്കുന്നത് തന്നെയായിരിക്കും. പക്ഷേ ഇത് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. എന്നാൽ വളരെ ടേസ്റ്റിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ റൈസാണ് റെഡിയാക്കാൻ പോകുന്നത്. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യിൻ്റെ അളവ് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടാം. പക്ഷേ ഞാൻ പകുതി നെയ്യും പകുതി സൺഫ്ലവർ ഓയിലുമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും. അതിലേക്ക് ഒരു സവാള, ചെറിയ സവാളയാണ് സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്ത് കോരാൻ വേണ്ടിയിട്ടുള്ളതാണ്. ലാസ്റ്റ് നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കാനുള്ള സവാളയാണ്. ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് കോരി മാറ്റി വയ്ക്കുക. ഇനി ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ ഓൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഏലക്ക ഒരു 4-5 ഏലക്ക എടുക്കുക. നമുക്ക് 2 കപ്പ്, അതായത് 1/2 കിലോ അരിയാണുള്ളത്. ഒരു 3 ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബേ ലീഫ് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഇട്ട് കൊടുക്കുന്നത് പട്ടയാണ്. ഏലം പട്ടയും ഗ്രാമ്പും ഉണ്ടായാൽ തന്നെ ധാരാളമാണ്. ബാക്കിയൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ ഷാജീരകമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതും ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അത് തക്കോലമാണ്, അതും ഓപ്ഷണലാണ്. ഏലം പട്ടയും ഗ്രാമ്പും നിർബന്ധമായിട്ട് വേണം. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. എന്നിട്ട് ലോ ഫ്ലെയിമിലാണ് ഒന്നങ്ങ് വഴറ്റി കൊടുക്കുക. സ്പൈസസിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ നെയ്യിലേക്ക് ഒന്ന് ഇറങ്ങിക്കോട്ടെ. അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് അരി വേവിക്കാൻ. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് അരിയാണുള്ളത്. ജീരകശാല അരി കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അരിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് നമ്മൾ റെഡിയാക്കി വെച്ചതെന്ന് ഒരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോറിനും കൂടി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചിക്കനിലേക്ക് എന്തായാലും അത് വേണമല്ലോ. അപ്പോൾ ഒന്ന് അടച്ച് വയ്ക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മാത്രം നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നുള്ളൂ. നല്ല വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 കപ്പ് അരി കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് വാർത്ത് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളത്തോടു കൂടി അരി ഇടരുത്. അപ്പോൾ നമ്മൾ നേരത്തെ കണക്കാക്കിയാണല്ലോ വെള്ളം ഒഴിച്ചത്, അപ്പോൾ അളവൊക്കെ തെറ്റും. അപ്പോൾ നന്നായി വെള്ളം വാർത്തതിന് ശേഷം ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക, അടച്ച് വയ്ക്കുക. ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചാൽ വെള്ളമൊക്കെ വറ്റി റൈസ് റെഡിയായി വരും. ഇപ്പോൾ ഇതാ ഞാൻ തുറക്കുമ്പോൾ ഒരു 4-5 മിനിറ്റ്, മാക്സിമം 4 മിനിറ്റൊക്കെ മതി, ധാരാളം. ഇപ്പോൾ ഇതാ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതാ അരി റെഡിയായി വന്നിട്ടുണ്ട്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കും. ഇനി നമ്മൾ ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒരു 1/2 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൈ വെച്ചിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ 1/2 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രമാണ് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. അതുവരെ നമ്മൾ അടച്ച് സൂക്ഷിക്കാം. ഒന്നുകിൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ പുറത്തായാലും കുഴപ്പമില്ല. 1/2 മണിക്കൂർ നേരം അടച്ച് വെക്കുക. 1/2 മണിക്കൂറിന് ശേഷം നമ്മൾ ഒരു ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അത് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, നമ്മൾ ചെമ്മീൻ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട്, ഷാലോ ഫ്രൈ ആണ്, ഡീപ് ഫ്രൈ ഒന്നുമല്ല. ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ എണ്ണയൊന്നും ബാക്കി വരാത്ത രീതിയിൽ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഈ സമയത്ത് തന്നെ ചെമ്മീൻ വേവണം. ചെമ്മീന് വളരെ കുറഞ്ഞ വേവേ ഉള്ളൂ. എന്നാൽ പോലും ഹാഫ് കുക്കൊന്നും ആയാൽ പോരാ, കംപ്ലീറ്റ് ആയിട്ട് തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ അതവിടെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ബിരിയാണി ദം ചെയ്യാനുള്ള മൺകലം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ, മൺകലം ആയതുകൊണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെമ്മീൻ നമുക്ക് 1/2 കിലോ ആണുള്ളത്. അത് ക്ലീൻ ചെയ്ത് വരുമ്പോൾ ഒരു 300-350 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. സവാളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുത്തു. നമ്മൾ മീൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പൊക്കെ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സവാളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. പെട്ടെന്നൊന്ന് വാടി വരാനും നല്ലതാണ്.
സവാള നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി പേസ്റ്റ് ആക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂണാണ് എല്ലാം കൂടി ചതച്ച് കഴിഞ്ഞതിന് ശേഷം ഉള്ളത്. ഒരു 1.5 ടീസ്പൂണാണ്. അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറി നല്ലൊരു സ്മെല്ലൊക്കെ വന്നു കൊടുക്കുന്ന സമയത്ത് നമ്മളിതിലേക്ക് തക്കാളി ചേർക്കുന്നുണ്ട്. ഒരു വലിയ തക്കാളി ആണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 2 എടുക്കാം, അല്ലെങ്കിൽ വലുതാവുമ്പോൾ 1 എടുക്കുക. തീരെ ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത്, കാരണം പെട്ടെന്ന് തന്നെ ആയി വരാൻ വേണ്ടിയിട്ട്, വഴന്ന് വരാൻ വേണ്ടിയിട്ട്. തക്കാളി ഇട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരു കൈപ്പിടി നിറയെ മല്ലിച്ചപ്പ് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ തക്കാളി ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ 2 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെച്ചിട്ട് വേണം വേവിക്കാൻ. അപ്പോൾ ഇതാ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ചെറുനാരങ്ങ ഫുള്ളായിട്ട് തന്നെ പിഴിഞ്ഞതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചെമ്മീനാകുമ്പോൾ കുറച്ചൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറുനാരങ്ങ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ മസാലപ്പൊടികളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ മീൻ പൊരിക്കുന്ന സമയത്ത് അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടുള്ളതാണ്. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി വേവിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. മീനൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളിതിൻ്റെ മുകളിലേക്ക് ആ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച റൈസ് ഇട്ട് കൊടുക്കുകയാണ്. മൺചട്ടിയിൽ ദം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ മൺചട്ടി എടുത്തത്. ഇനി ഇതുപോലെ ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തുടക്കത്തിൽ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഒണിയൻ ഇട്ട് കൊടുക്കുകയാണ്. അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ക്യാരറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തു. ഏറ്റവും അവസാനം നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി മുകളിൽ ഒഴിച്ചു കൊടുക്കുക. നെയ്യ് വളരെ കുറച്ച് മതി എന്നുള്ളവർ ഒഴിച്ചു കൊടുക്കണ്ട, പക്ഷേ ഞാനിപ്പോൾ 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. ഒരുപാട് സമയം വെക്കേണ്ട, ഒരു 2 മിനിറ്റ് മതി. ഫ്ലെയിം ഓഫാക്കിയിട്ട് ഉടനെ തന്നെ തുറക്കരുത്. 1 മണിക്കൂറിന് ശേഷമൊക്കെ തുറന്ന് നോക്കുക. അപ്പോൾ അത് ഞാൻ ഒരു 1.5 മണിക്കൂറിന് ശേഷം ആണ് തുറന്നത്. എന്നിട്ട് സെർവ് ചെയ്യുമ്പോൾ നമ്മളിത് ഒന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് സെർവ് ചെയ്യുക. നമ്മൾ ഏറ്റവും താഴെ ഇട്ടിട്ടുള്ള മസാലയും അതുപോലെ മുകളിൽ ഇട്ടിട്ടുള്ള റൈസും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. മൺചട്ടി ആകുമ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്, അപ്പോൾ ലോ ഫ്ലെയിമിലിടുക. ഇത് നമ്മുടെ അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, സിമ്പിൾ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.